നമ്മൾ ഈ സ്വകാര്യ ബസ്സുകളെ കുറിച്ചൊക്കെ മത്സര ഓട്ടം എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ നെഗറ്റീവായ വാർത്തകളൊക്കെ ഈ അടുത്ത കാലത്തൊക്കെ കേൾക്കുന്നുണ്ടല്ലേ. നെഗറ്റീവ് വാർത്തകൾ മാത്രം. പക്ഷേ ഇവിടെ പോസിറ്റീവായ വാർത്ത കോഴിക്കോട് ബസ് സ്റ്റാൻഡിലാണ് ഞാൻ ഇപ്പോൾ ഉള്ളത്. പൂഴിത്തോട് ബസ്. ബാക്കി വിശേഷങ്ങളൊക്കെ അറിയാം. ഈ ബസ്സിൻ്റെ പ്രത്യേകത എന്താണ്, നിങ്ങൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന സംഭവം എന്താണെന്ന് കൂടെ നമുക്കറിയാം. ഇതെന്ന് വെച്ചാൽ ഡയാലിസിസിൻ്റെ ചെയ്യുന്ന കുട്ടികൾക്ക് പിന്നെ ഫ്രീ ആയിട്ട് യാത്ര ചെയ്യാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കിയതാണ്. കാരണം വെച്ചാൽ ഇതിൻ്റെ പിന്നെ ഓണറെ അച്ഛന് ഇതായിരുന്നു അസുഖം. അപ്പോൾ വേറെ അതിനെ കൊണ്ട് ഞാൻ ചെയ്യാനാവില്ല. അതേപോലെ ബാക്കിയുള്ളവർക്ക് ഉപകരിക്കെങ്കിൽ അത് ഉപകരിക്കട്ടെ പറഞ്ഞിട്ട് എത്ര കാലമായി തുടങ്ങിയിട്ട്? ഒരു 6 മാസത്തിനോളായി. എത്ര അങ്ങനെ പേഷ്യൻസ് ഉണ്ട്. അപ്പം അവരോട് ബോർഡ് നോക്കിയിട്ട് പലരും ചോദിക്കും, നമ്മൾ അങ്ങനെയാണെങ്കിൽ തരാമെന്ന് പറയും. ഒരാൾക്ക് മാത്രം കൊടുക്കും. ഈ അസുഖമുള്ളവർക്ക് മാത്രം കൊടുക്കും. സ്ഥിരമായിട്ട് എത്ര കയറുന്നവരുണ്ട്? അവർ കൊടുക്കാൻ വേണ്ടി പറഞ്ഞതാണ് അതിൻ്റെ ഓണർ. അങ്ങനെ പൂഴിത്തോടുന്ന് കയറി വരുന്ന ആളുകളാണോ? ചെമ്പരോട് നിന്ന് വരുന്നുണ്ട്, പേരാമ്പ്രയിൽ നിന്നുണ്ട്, നടുവണ്ണൂരിൽ നിന്നുണ്ട്. അങ്ങനെ പലയിടത്തും ആൾ കയറുന്നുണ്ട്. ആളുകൾക്ക് മനസ്സിലായി തുടങ്ങിയില്ല ഇങ്ങനെ ഒരു ബസ് ഉണ്ടെന്നല്ല, പലയാളും ചോദിക്കലും തുടങ്ങി. അങ്ങനെ പിന്നെ ആൾ ചെയ്യലുണ്ട്. സാധാരണ മനുഷ്യന് ഡയാലിസിസ് ചെയ്യണമെങ്കിൽ തുക നമുക്കറിയാം. ഇതിൻ്റെ ബുദ്ധിമുട്ടായ ഇതിൻ്റെ ഓണർക്ക് അറിയാവുന്നതുകൊണ്ട് നമ്മളെ കൊണ്ടാകുന്ന സഹായം എല്ലാവർക്കും ചെയ്ത് കൊടുക്കാൻ വേണ്ടി നിൽക്കുന്നു. ഓണറെ പേരെന്താ അത് പറയൂ? ജിജോ. എവിടുത്തുകാരനാ? ഇവിടെ അന്നശ്ശേരി. ബസ്സിൽ കയറുന്ന മറ്റുള്ള ആളുകളും ചോദിക്കും ഇത് എങ്ങനെ ഇതൊക്കെ തുടങ്ങിയിട്ട് ചിലർ നല്ലോണം സപ്പോർട്ടുണ്ട്. പല ആൾക്കാരും പല രീതിയിലുണ്ട്. ഇവിടെ ഹോസ്പിറ്റലിൽ വന്ന് ഡയാലിസിസ് ചെയ്യണമെങ്കിൽ ഒരുപാട് ചെലവാണ്. യാത്രാ ചെലവും കൂടുതലാണല്ലേ? അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സംവിധാനം മുപ്പത് ഒരുക്കി തന്നത്. നിങ്ങളെ ജീവനക്കാർ അതിനോട് സഹകരിക്കുകയും ചെയ്തു. 2-3 മാസമായി ഈ ഒരു കാരുണ്യ പ്രവർത്തനം ഈ ബസ് ജീവനക്കാരും ചെയ്യാൻ തുടങ്ങിയിട്ട് എന്ന് പറയുന്നു. പൂഴിത്തോട് ഭാഗത്തേക്കുള്ള ഏക ബസ്സാണ്, നാട്ടുകാരുടെയും പ്രിയപ്പെട്ട ബസ്സാണ്. പ്രിയപ്പെട്ട ബസ് ഇത്തരത്തിൽ കാരുണ്യ പ്രവർത്തനം ചെയ്യുന്നത് വലിയൊരു സല്യൂട്ട് തന്നെ ഈ ജീവനക്കാർക്കും ബസ്സിനും നമുക്ക് കൊടുക്കാം. ജോം ടിക്കയ്ക്കൊപ്പം നയൻതാര, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്. നയൻതാര തന്നെ നമ്മളോട് ചേരുന്നുണ്ട്. നയൻതാര, ഈ പറഞ്ഞതുപോലെ ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അവരോടൊപ്പം തന്നെ ചേർത്ത് നിർത്താമല്ല ഇപ്പോൾ. അതും വ്യത്യസ്തമല്ല, ഇതും വ്യത്യസ്തമല്ല. ഓരോ മനുഷ്യരെ സഹായിക്കുമ്പോഴുള്ള ഒരു നന്മ അത് തിരിച്ചറിഞ്ഞ് അവർക്ക് വലിയൊരു കയ്യടി നൽകുക തന്നെ വേണം. സ്ഥിരമായി ഞാൻ യാത്ര ചെയ്യുന്ന റൂട്ടാണ്. ഈ ബസ്സിൽ ആദ്യമായിട്ടാണ് കയറുന്നത്. അങ്ങനെയാണ് ഈ ഒരു എഴുത്ത് ശ്രദ്ധയിൽപ്പെടുന്നത്. അതൊരു നല്ല വാർത്തയാകും എന്ന് കരുതി വാർത്തയാക്കി. നമുക്കറിയാം ഒരുപാട് നെഗറ്റീവ് വാർത്തകൾ ബസ്സിനെ സംബന്ധിച്ച് അല്ലെ ബസ്സുകാരെ സംബന്ധിച്ചൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്, കാണാറുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് മാതൃകാപരമായ കാര്യവുമായി കഴിഞ്ഞ ഒരുപാട് കാലമായി ഈ ഒരു ബസ് യാത്ര തുടരുന്നു. ഈ ഒരു നല്ല കാര്യം പറയുന്നതിനൊപ്പം തന്നെ ഒരു ചെറിയൊരു അനുഭവം കൂടി ഞാൻ പറയാണ്. അത് ഇന്ന് രാവിലെയാണ് ഞാൻ കണ്ടത്. അതായത് സ്കൂൾ വിദ്യാർത്ഥികൾ ഒരുപാട് ഞാൻ കയറുന്ന സ്റ്റോപ്പിൽ ഇറങ്ങാനുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു കണ്ടക്ടർ കുട്ടികളോട് മോശമായ രീതിയിലാണ് ഇടപെടുന്നത്. ഒരു കുട്ടി അദ്ദേഹത്തിൻ്റെ കയ്യിൽ ST പൈസ കയ്യിൽ വെച്ച് കൊടുക്കുകയാണ്. ഈ സമയത്ത് കുട്ടിയുടെ കയ്യിൽ നിന്നും ആ കോയിൻ നിലത്ത് വീണുപോയി. അദ്ദേഹത്തിൻ്റെ വായിൽ തോന്നുന്ന എന്തൊക്കെയോ പറയുകയാണ്. ഈ സമയത്ത് ആ കുട്ടിയുടെ മുഖം കണ്ടു നിൽക്കാൻ എനിക്കുൾപ്പെടെ കഴിഞ്ഞില്ല. ഞാൻ അദ്ദേഹത്തിൻ്റെ ആ സംസാരം നിർത്തിക്കോട്ടെ എന്ന് കരുതി ആ പൈസ അദ്ദേഹത്തിന് എടുത്തു കൊടുക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം നിർത്തിയില്ലായിരുന്നു. ആ കുട്ടീനെ വീണ്ടും ചീത്ത പറയുന്നൊരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെയൊക്കെ നിൽക്കുന്ന ഒരു സമയത്താണ് ഈ ബസ് ജീവനക്കാരൊക്കെ വേറിട്ട് നിൽക്കുന്നത്. അതായത് രോഗികൾക്ക് വേണ്ടി സൗജന്യ യാത്ര. നമുക്കറിയാം ഡയാലിസിസ് പോലുള്ള രോഗങ്ങൾക്കൊക്കെ എത്രത്തോളം ചെലവ് വരുന്നത്. ഇത് കോഴിക്കോട് ജില്ലയുടെ ഒരു ഉള്ള ഏരിയ ആണ്. ആ ഏരിയയിൽ നിന്നും പൂഴിത്തോട് എന്ന് പറയുന്ന ഏരിയയിൽ നിന്നും കോഴിക്കോട് ഭാഗത്തേക്ക് വരണമെങ്കിലും വലിയ ചാർജ് തന്നെയാവും. ഈ സമയത്ത് ഇവർക്ക് ചികിത്സയ്ക്ക് ഒരുപാട് പൈസയാവും. അതുകൊണ്ട് യാത്രയ്ക്ക്